കൊഗ്നിറ്റീവ് റീഫ്രെയിമിങ്. എന്താണ് കൊഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് എന്ന് പറഞ്ഞാൽ? ചേഞ്ച് ദ വേ യു തിങ്ക് അബൌട്ട് ദ ട്രിഗർ. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ ദേഷ്യം പിടിക്കാം. ഉദാഹരണം പറഞ്ഞാൽ, എന്നെ ഞാൻ ഒരാളെ ഫോൺ വിളിച്ചു, കോൾ ചെയ്തു, എൻ്റെ ഫ്രണ്ടിനെ ഞാൻ കോൾ ചെയ്തു, ആള് കോൾ എടുത്തില്ല. ഒന്നാമത്തെ വട്ടം വിളിച്ചു, കോൾ എടുത്തില്ല. രണ്ടാമത്തെ വട്ടം കോൾ വിളിച്ചെടുത്തില്ല. മൂന്നാമത്തെ വട്ടം വിളിച്ച് കോൾ എടുക്കാതെ ഇരുന്നപ്പോൾ ഞാൻ ആകെ ദേഷ്യം പിടിച്ചു. മകനെ വിളിച്ചു, മകൻ കോൾ എടുത്തില്ല. അല്ലെങ്കിൽ വൈഫിനെ വിളിച്ചു, അല്ലെങ്കിൽ വൈഫ് ഹസ്ബൻഡിനെ വിളിച്ചു, കോൾ എടുത്തില്ല. ഈ സമയത്ത് നമ്മൾ ദേഷ്യം പിടിച്ചു. സത്യത്തിൽ പിന്നെ ആരോൺ ബെക്ക്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആരോൺ ബെക്ക് CBT എന്നൊക്കെ പറയുന്നതിന്റെ തെറാപ്പിന്റെ ഉപജ്ഞാതാവാണ്. അയാൾ പഠിപ്പിക്കുന്ന ഒരു തിയറി ഉണ്ട്. അയാൾ പറയുന്നത് സിറ്റുവേഷൻ അല്ല നമ്മളിൽ ഇമോഷൻസ് ഉണ്ടാക്കുന്നത് എന്നാണ്. ഒരു സിറ്റുവേഷന് നേർക്ക് നേരെ എന്നിൽ ഇമോഷൻസിനെ ഇൻഡ്യൂസ് ചെയ്യാൻ സാധിക്കൂല. പകരം ഞാൻ ആ സിറ്റുവേഷൻ എങ്ങനെയാണോ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, ഞാൻ ആ സിറ്റുവേഷൻ എങ്ങനെയാണോ കാണുന്നത്, അതിനനുസരിച്ചിട്ടാണ് എനിക്ക് ഫീലിംഗ് ഉണ്ടാകുക. ഇപ്പൊ ഞാൻ ഫോൺ വിളിച്ചു, കോൾ എടുത്തില്ല. രണ്ടാമത്തൊട്ടും കോൾ എടുത്തില്ല. മൂന്നാമത്തൊട്ടും കോൾ എടുക്കാതെ ഇരുന്നപ്പോ ഞാൻ അതിന് ഇന്റർപ്രറ്റ് ചെയ്യാണ്. എന്താ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്? അതിനെ വ്യാഖ്യാനിക്കുന്നത്, ആ കണ്ട, അവൻ എന്റെ ഫോണ് കണ്ടിട്ടും അവൻ എടുത്തില്ല, അവൻ എന്നോട് എന്തോ ഇഷ്ടക്കേടുണ്ട്, അവൻ എന്നെ പരിഗണിക്കുന്നില്ല, എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, എനിക്കൊരു വിലയും തരുന്നില്ല. ഈ തോട്ടാണ് സത്യത്തിൽ എന്നിൽ ആങ്കർ ഉണ്ടാക്കുന്നത്.